ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒക്ടോബർ 3, 2024 മുതൽ നവരാത്രി ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ നവരാത്രി കാലത്ത് ചില നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ വലിയ കുബേരന് തുല്യം സമ്പത്തും ഐശ്വര്യവും ഏകദേശം ഇനി വരുന്ന ഒരു വർഷത്തേക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോഴേ അത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ്, ഏതൊക്കെ കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ നവരാത്രി ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, അത് മുഴുവൻ കേൾക്കുക. ഏതൊക്കെ നക്ഷത്രക്കാർ, ഏതൊക്കെ വഴിപാടുകൾ എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വരുന്ന ഒരു വർഷക്കാലം വലിയ സാമ്പത്തികവും ഐശ്വര്യവും കുബേരതുല്യ ഐശ്വര്യങ്ങളും ദേവി നൽകും. ഇനിയും ഈ വർഷത്തെ നവരാത്രി വരുന്നത് ഒക്ടോബർ 3, 2024 ആരംഭിക്കുകയാണ്. അതുപോലെ ഈ പ്രാവശ്യം പൂജ വയ്ക്കുന്നത് ഒക്ടോബർ 10 വ്യാഴാഴ്ചയാണ്. കാരണം ഒക്ടോബർ 10 വ്യാഴാഴ്ചയാണ് അഷ്ടമി വരുന്നത്. അപ്പോൾ അഷ്ടമി സന്ധ്യയ്ക്ക് തട്ടുന്ന ദിവസമാണ് പൂജ വയ്ക്കുന്നത്. അപ്പോൾ ഒക്ടോബർ 10 വ്യാഴാഴ്ച വൈകിട്ട് 6-നും 8-നും ഇടയ്ക്ക് ഏകദേശം പൂജ വയ്ക്കാം. നമ്മൾ പൂജ ഒക്ടോബർ 10 വ്യാഴാഴ്ച പൂജ വയ്ക്കുന്നു. ഒക്ടോബർ 11 ദുർഗാഷ്ടമി, അത് കഴിഞ്ഞ് ഒക്ടോബർ 12 മഹാനവമി. പക്ഷേ ഒക്ടോബർ 13 രാവിലെയാണ് പൂജ എടുക്കുന്നത്. കാരണം ഈ ദശമി രാവിലെ വരുന്നത് ഒക്ടോബർ 13 രാവിലെയാണ്. അപ്പോൾ ഒക്ടോബർ 13 രാവിലെ 9 മണിക്കുള്ളിൽ പൂജ എടുക്കണം എന്നുള്ളതാണ്. അതാണ് ഈ വർഷത്തെ പൂജയെടുപ്പിൻ്റെയും പൂജ വെപ്പിൻ്റെയും സമയം. ഇനിയും നിങ്ങൾക്ക് ഈ നവരാത്രി കാലത്ത് ഏതൊരാളും ചൊല്ലേണ്ട മന്ത്രങ്ങൾ പൂജ നിങ്ങൾ എഴുത്തിനിരുത്തുമ്പോൾ വിദ്യാരംഭത്തിന് ഏതൊരു ആളും, കുട്ടികൾക്കും ഏതൊരാൾക്കും പ്രായമുള്ളവർക്കും ചെല്ലേണ്ട ഭദ്രകാളിയുടെ രഹസ്യ മന്ത്രവിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്കത് വലിയ ഗുണം നൽകുമെന്നുള്ളതാണ്. അപ്പോഴാദ്യം ഈ നക്ഷത്രക്കാർ, ഏതൊക്കെ നക്ഷത്രക്കാർ ഈ നവരാത്രി കാലത്ത് എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നുള്ളത് പറഞ്ഞുതരാം. ക്ഷേത്രത്തിൽ നമ്മൾ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. അപ്പം ഈ ദുർഗാഷ്ടമിയുടെ അന്ന് മുതലുള്ള 3 ദിവസമാണ് കൂടുതൽ പ്രാധാന്യമായിട്ട് കൊണ്ടാടുന്നത്. അപ്പോൾ വഴിപാടുകൾ ആ 3 ദിവസം ചെയ്താലും മതി. ഇനി അതല്ല, ഈ നവരാത്രി കാലത്ത് ഓരോ ദിവസവും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുന്നതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ 3 ദിവസങ്ങളിൽ വഴിപാട് ചെയ്താലും മതി, ഞാനീ പറയുന്ന കാര്യങ്ങൾ. അപ്പം കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ മുതലുള്ള 9 ദിവസമാണ് നവരാത്രി കാലമായി ആചരിക്കുന്നത്. 10ാമത്തെ ദിവസം വിജയദശമി, ദശമിയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആചരിച്ചു വരുന്നത്. അപ്പോഴേ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഈ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അവർ രക്ഷപ്പെടും എന്നുള്ള കാര്യമാണ് പറയുന്നത് ആദ്യം. എന്നിട്ട് എല്ലാവരും ചെയ്യേണ്ട ഭദ്രകാളിയുടെ ചില രഹസ്യവിദ്യകളും എഴുത്തിനിരുത്തുന്ന കുട്ടികളെ കൊണ്ടും കുട്ടികൾക്ക് വേണ്ടിയും ചെയ്യാം, പ്രായമുള്ളവരും ചെയ്യാം, എല്ലാവരും ചെയ്യേണ്ട ചില രഹസ്യവിദ്യകളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കും വലിയൊരു അറിവായിരിക്കും, ഒരു അനുഭവമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ നവരാത്രി കാലം എന്ന് വെച്ചാൽ ദേവിക്ക് നവദുർഗകളെ ആരാധിക്കുന്ന കാലമാണ്. ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ദേവിയുടെ ഏറ്റവും അനുഗ്രഹം കിട്ടുന്ന ഒരു കാലമാണ്. അപ്പോൾ ഈ നവരാത്രി കാലത്ത് കുട്ടികൾക്ക് വ്രതമെടുക്കാം. അതുപോലെ കുട്ടികൾ ദേവിയെ ഭജിക്കുകയാണെങ്കിൽ എല്ലാവിധ ബുദ്ധിശക്തി, അറിവ്, ജ്ഞാനം, ഇച്ഛാശക്തി, ക്രിയാശക്തി എല്ലാം ഉണ്ടായി വരും. അതുപോലെ കുട്ടികൾക്കെന്നല്ല, പ്രായമുള്ളവർക്ക് എല്ലാവർക്കും ചെയ്യാം, ദേവിയെ ഭജിക്കാം. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ
നമുക്കൊരു വിദ്യ അല്ലെങ്കിൽ നമുക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ശക്തി വർദ്ധിപ്പിക്കണം. ശക്തി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. നമ്മുടെ ഉള്ളിലെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ ശുദ്ധമായ ആ ഈശ്വരീയമായ ഈശ്വരബോധമാണ്. ആ ശക്തി എന്ന് പറഞ്ഞാൽ ദേവിയാണ്. അപ്പം നമ്മൾ ഈ നവരാത്രി കാലത്ത് ദേവിയെ ഒരു തപസ്സു പോലെ ദേവിയെ ഉള്ളിൽ ഉപാസിക്കുകയാണ്. അപ്പോൾ ഒരു 3 ദിവസത്തേക്കല്ല, ഈ പ്രാവശ്യം 4 ദിവസമുണ്ട്. നമ്മൾ പുസ്തകം വായിക്കാതിരിക്കുക, പൂജ വെച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കാതിരിക്കുക. അതായത് ഒക്ടോബർ 10-ാം തീയതി വൈകിട്ട് 6 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് പൂജ വെച്ചാൽ ഒക്ടോബർ 13-ാം തീയതി രാവിലെ 9 മണിക്ക് മുമ്പാണ് പൂജ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ ഒരു തപസ് പോലെ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ പറ്റുന്നവരെ, കുട്ടികളും പിന്നെ അല്ലാതെ പറ്റുന്നവർക്ക് ചെയ്യാം, പ്രായമുള്ളവർക്ക് ജോലിയുള്ളവർക്ക് പറ്റത്തില്ല എങ്കിൽ പോലും ഒരു തപസ് പോലെ ദേവിയെ ധ്യാനിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശക്തി വർദ്ധിച്ചു വരും. ആ ശക്തിയാണ് നിങ്ങൾക്ക് വിദ്യ നൽകുന്നത്, ആ ശക്തിയാണ് നിങ്ങൾക്ക് അറിവ് നൽകുന്നത്, ആ ശക്തിയാണ് നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നത്. അപ്പം ദേവിയെ ഉള്ളിൽ ഭജിക്കുക. ജോലിക്ക് പോകേണ്ട പ്രായമുള്ളവർക്ക് ജോലിക്ക് പോകേണ്ടതായിട്ട് വരും. അവർക്ക് പുസ്തകം വായിക്കാതിരിക്കാനോ അല്ലെങ്കിൽ എഴുത്തുകൂത്ത് നടത്താതിരിക്കാനോ പറ്റത്തില്ല, എഴുത്തു വർക്കുകൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കുട്ടികൾ പൂജ വെക്കുന്നുണ്ട്, അവർക്ക് ചൊല്ലാനുള്ള മന്ത്രം ഞാൻ പറയുന്നുണ്ട്. പ്രായമുള്ളവർക്കും അവരുടെ ജോലി ചെയ്യുന്നതോടൊപ്പം ദേവിയെ ഉള്ളിൽ വിളിക്കാൻ, ദേവിയുടെ ശക്തി അനുഭവിക്കാൻ ഉള്ള മന്ത്രങ്ങളും വിദ്യകളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഒരു തപസ് പോലെ ഒരു 3 ദിവസം നിങ്ങൾ പ്രായമുള്ളവരും മത്സ്യമാംസാദികൾ ഒഴിവാക്കി ദേവിയെ ഭജിച്ചാൽ, ജോലി ചെയ്യേണ്ടവർക്ക് ജോലി ചെയ്യാൻ, പ്രായമുള്ളവർക്ക് അവർക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം ആ ദേവിയെ ഉള്ളിൽ ഭജിച്ചാൽ അവരുടെയും ആ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. എല്ലാ ഉള്ളിലുള്ള ശക്തി വർദ്ധിച്ചു വരും, ജ്ഞാനശക്തി വർദ്ധിച്ചു വരും. അതുപോലെ കുട്ടികൾ അവർ പൂജ വെച്ച് കഴിഞ്ഞ് പിന്നെ ദേവിയെ ഈ 9 പൂജ വെക്കുന്നതിന് നവരാത്രി തുടങ്ങുന്ന ദിവസം മുതൽ 9 ദിവസവും ദേവിയെ ഭജിക്കുന്നത് നല്ലതാണ്. പിന്നെ പൂജ വെച്ചു, പിന്നെ അത് കഴിഞ്ഞ് വിജയദശമിയുടെ അന്ന് പൂജ എടുത്തു. അതിനുശേഷം വിദ്യാരംഭം കുറിക്കുമ്പോഴും ദേവിയുടെ ചൊല്ലേണ്ട ചില മന്ത്രങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴാണ് അത് പരിപൂർണമാകുന്നത്. അതുകൂടെ മനസ്സിലാക്കുക. ഞാനിപ്പം ഈ നക്ഷത്രങ്ങളിലേക്ക് വരാം. ആദ്യം പറയാൻ പോകുന്ന പൂരം നക്ഷത്രമാണ്. അപ്പം ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, അതായത് ഒക്ടോബർ 11, 12, 13 ഈ തീയതികളിൽ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. പൂരം നക്ഷത്രക്കാർ ചുവന്ന പൂക്കൾ കൊണ്ട് അമ്മയ്ക്ക് അർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക. ഈ 3 ദിവസങ്ങളിൽ ഒരു ദിവസം ചെയ്യേണ്ടവർക്ക് ചെയ്യാം, 3 ദിവസം ചെയ്യേണ്ടവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ നവരാത്രിക്കാലം മുഴുവൻ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഈ 3 ദിവസമെങ്കിലും ചെയ്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഇനി 3 ദിവസം ചെയ്താലും നന്നായിരിക്കും. അങ്ങനെയാണ് ഈ നക്ഷത്രക്കാരുടെ എല്ലാം പറയുന്ന വഴിപാടുകൾ കേട്ടോ. ഭരണി, അമ്മയ്ക്ക് കടുംപായസം നൽകുക. ചിത്തിര, അഷ്ടോത്തരാർച്ചന ഭദ്രകാളി അമ്മയ്ക്ക് നൽകുക. ഭദ്രകാളി ദേവി എല്ലാം ദേവീക്ഷേത്രങ്ങളിൽ ചെയ്യുക. ഞാൻ ഭദ്രകാളി ക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മയുടെ ആ ക്ഷേത്രത്തിൽ ചെയ്യുന്ന കാര്യവും ഇനി ദേവീക്ഷേത്രത്തിലെല്ലാം ചെയ്യാം. ഭദ്രകാളി ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും എല്ലാം ചെയ്യാം കേട്ടോ. അപ്പം ചോദ്യ നക്ഷത്രം കടുംപായസവും കുങ്കുമാർച്ചനയും അമ്മയ്ക്ക് സമർപ്പിക്കുക. ഇതെല്ലാം രാവിലെ ചെയ്യേണ്ട കാര്യമാണ്. വൈകിട്ട് ചെയ്യേണ്ട ചില നക്ഷത്രക്കാർക്കുണ്ടെന്ന് എടുത്ത് പറയുന്നുണ്ട്. അത്തം, കുങ്കുമ അഭിഷേകം, ഭാഗ്യസൂക്താർച്ചന ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യുക. ഭദ്രകാളി അമ്മയ്ക്കാണ് കൂടുതലും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ പറയുന്നത്. കാരണം ഞാനൊരു ഭദ്രകാളി അമ്മയെ ഉപാസിക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ഭദ്രകാളി ക്ഷേത്രമുണ്ട്, അവിടെ തന്നെ ചെയ്യുക, നന്നായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ അടുത്ത് മറ്റ് ദേവീക്ഷേത്രമാണെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഈ വഴിപാടിന് ആനുപാതികമായ വഴിപാടോ അല്ലെങ്കിൽ ഈ വഴിപാട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഈ മുഴുവൻ വഴിപാടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഭദ്രകാളി ക്ഷേത്രമാണ് ഇതുപോലെ തന്നെ ചെയ്യുക. ഇനി അടുത്ത് മറ്റ് ദുർഗയോ ഒക്കെ ആണെങ്കിൽ ഈ ഇത്തരം വഴിപാട് അവിടെ ഉണ്ടെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് ചെയ്യാവുന്ന വഴിപാടുകൾ ചെയ്യുക. അപ്പം അത്തം നാളുകാർ കുങ്കുമാഭിഷേകം, ഭാഗ്യസൂക്താർച്ചന ചെയ്യുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ. തിരുവാതിര നക്ഷത്രക്കാർ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും കടുംപായസവും ഭദ്രകാളി അമ്മയ്ക്ക് ചെയ്യുക. മകയിരം നാളുകാർ ചുവന്ന പട്ടും അമ്മയ്ക്ക് സമർപ്പിക്കാം, കടുംപായസവും അമ്മയ്ക്ക് സമർപ്പിക്കാം. വൈകുന്ന പാട് ഒരു ഭഗവതി സേവയ്ക്ക് കൂടെ കൊടുക്കുക. അത് ഏതെങ്കിലും 3 ദിവസത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി കേട്ടോ. ഇനി 3 ദിവസം ചെയ്താലും ഏറ്റവും ഫലമാണ്.
ഒരു കുഴപ്പമില്ല, ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇനിയും രോഹിണി നക്ഷത്രക്കാർ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം രാവിലെ, പിന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ഇത് അമ്മയ്ക്ക് സമർപ്പിക്കുക. പൂരാടം നക്ഷത്രക്കാർ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, കടും പായസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല അമ്മയ്ക്ക് സമർപ്പിക്കുക. തിരുവോണ നക്ഷത്രക്കാർ അമ്മയ്ക്ക് കടും പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഇത് സമർപ്പിക്കാം. ഇതെല്ലാം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അവിട്ട നക്ഷത്രക്കാർ 10 രൂപയുടെ എള്ളെണ്ണ, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, വൈകിട്ട് ഒരു കടും പായസം കൂടെ ചെയ്യുക. രാവിലെ ചെയ്യേണ്ട കാര്യമാണ് ആദ്യം പറയുന്നത്, വൈകിട്ടുണ്ട് ഞാൻ എടുത്തു പറയും. അപ്പം രാവിലെയാണ് 10 രൂപയുടെ എള്ളെണ്ണ, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അവിട്ട നക്ഷത്രക്കാർ രാവിലെ ചെയ്യുക ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ. വൈകുന്ന പാട് ഒരു കടുംപായസവും കൂടെ കൊടുക്കുക. ഇനിയും ചതയം നക്ഷത്രക്കാർ ചുവന്ന പൂക്കൾ കൊണ്ടും വെള്ള പൂക്കൾ കൊണ്ടും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യിക്കുക, അഷ്ടോത്തരാർച്ചന ചെയ്യിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്താൽ പെട്ടെന്ന് ബലമുണ്ടാകും. ഇനിയും അടുത്ത ഏത് ദേവീക്ഷേത്രമാണെങ്കിലും അവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതിന് തത്തുല്യമായി അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യുക. ഇനിയും പൂയ നക്ഷത്രക്കാർ ദേവിക്ക് ഒരു ഓട്ടുവിളക്ക് മേടിച്ച്, അത് കടയിൽ നിന്ന് മേടിക്കുന്ന ഓട്ടുവിളക്ക് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച്, അമ്മേ എനിക്ക് ഈ സംവത്സരം വരുന്ന ഒരു വർഷത്തേക്ക് എല്ലാ ഐശ്വര്യങ്ങളും എനിക്ക് തരണേ എന്ന് പറഞ്ഞ് കത്തിച്ച് സമർപ്പിക്കുക. പിന്നെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കടുംപായസവും കൂടെ അമ്മയ്ക്ക് കൊടുക്കുക. ഇത് ഏതെങ്കിലും ഒരു ദിവസം ഓട്ടുവിളക്ക് ഒരു ദിവസം സമർപ്പിച്ചാൽ മതി. ബാക്കി ദിവസങ്ങളിൽ ഓട്ടുവിളക്ക് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ അടുപ്പിച്ച് 3 ദിവസങ്ങൾ, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഈ 3 ദിവസങ്ങൾ അടുപ്പിച്ച് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ഓട്ടുവിളക്ക് ഒരു തവണ ചെയ്താൽ മതി കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഈ 3 ദിവസങ്ങൾ ആവർത്തിക്കാം. ഇനി മകൻ നക്ഷത്രക്കാർ കടുംപായസവും ഒരു നെയ്വിളക്കും അത് രാവിലെ, വൈകിട്ടൊരു ഭഗവതി സേവയ്ക്ക് കൂടെ കൊടുക്കുക ദേവീക്ഷേത്രത്തിൽ. ഇത് 3 ദിവസം അടുപ്പിച്ച് ചെയ്താൽ വിശേഷ ഫലമാണ് കേട്ടോ. അത് ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ട് ജീവിതത്തിൽ ഒരു പുരോഗതി ഇല്ലെങ്കിലും അതൊക്കെ മാറി ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകും. ഞാൻ ഈ നക്ഷത്രങ്ങളെക്കുറിച്ചൊക്കെ വീഡിയോ ഇട്ടു. ഞാനിങ്ങനെ പല കാര്യങ്ങളും വീഡിയോ പറയുന്നത് ചെയ്ത്, ഒരാൾ ഇന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തായിരുന്നു. അവരുടെ അനിയൻ കാര്യങ്ങൾ ചെയ്ത് അമേരിക്കയ്ക്ക് പോയി, നല്ല ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, പ്രത്യേകം ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു. ഞാൻ ഇതുപോലെ പറയുന്ന കാര്യങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് മാറ്റിയിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് ചില വിശേഷ ദിവസങ്ങളിൽ, ഇപ്പം നവരാത്രി ദേവിയെ സംബന്ധിച്ചോളം വിശേഷ ദിവസങ്ങളാണ്. അപ്പം ഓരോ നക്ഷത്രക്കാരും ചില പ്രത്യേക രീതിയിലുള്ള വഴിപാടുകൾ ചെയ്താൽ അവരുടെ ജീവിതത്തിൽ എന്നേക്കുമായി എന്തായാലും ഒരു വർഷത്തേക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ദേവി അനുഗ്രഹിച്ചാൽ എന്നേക്കുമായി ജീവിതം മുഴുവൻ അത് ഐശ്വര്യമായിട്ട് വരും. അങ്ങനെയുള്ള ചില പ്രത്യേക വഴിപാടുകൾ ഓരോ നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ആ പ്രാധാന്യത്തോടെ മനസ്സിലാക്കുക. ഇനിയും ആയില്യം നക്ഷത്രക്കാർക്ക് രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വസ്ത്രം, അമ്മയ്ക്കൊരു സെറ്റും മുണ്ടും സമർപ്പിക്കുക, ഒരു കടുംപായസം സമർപ്പിക്കുക, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക. അപ്പോൾ ഈ സെറ്റും മുണ്ടും ഒരു ദിവസം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ 3 ദിവസം ആവർത്തിക്കുകയാണെന്നുള്ളതാണ്. ഉണർന്ന നക്ഷത്രക്കാർ ഒരു ഓട്ടുവിളക്ക് മേടിച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച്, അവനവനെ കൊണ്ട് പറ്റുന്ന പോലുള്ള ഓട്ടുവിളക്ക് മതി കേട്ടോ, കടയിൽ നിന്ന് മേടിച്ചത്. 5 തിരിയിട്ട് നെയ്യ് ഒഴിച്ച് കത്തിച്ച് പ്രാർത്ഥിച്ച്, അമ്മ എനിക്കൊരു ജീവിതമാർഗ്ഗം നൽകണം, എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഭദ്രകാളി ക്ഷേത്രത്തിൽ, അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ സമർപ്പിക്കുക. അതോടൊപ്പം അമ്മയ്ക്ക് കടുംപായസവും ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചനയും കൊടുക്കുക. വൈകിട്ടൊരു ഭഗവതി സേവയ്ക്ക് കൂടെ കൊടുക്കുക. അപ്പോൾ ഈ ഓട്ടുവിളക്ക് ഒരു തവണ ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ 3 ദിവസങ്ങൾ ആവർത്തിക്കുന്നുള്ളതാണ്. 3 ദിവസങ്ങൾ ഏതൊക്കെയാണെന്നറിയാമല്ലോ. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, അതായത് 11, 12, 13. മനസ്സിലായല്ലോ. ഒക്ടോബർ 11, 12, 13 അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കാർത്തിക നക്ഷത്രക്കാർ രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അഷ്ടോത്തരാർച്ചന, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ചെയ്യുക. അശ്വതി നക്ഷത്രക്കാർ സഹസ്രനാമ അർച്ചന, കടുംപായസം, ചുവന്ന പൂക്കൾക്കും വെള്ളപ്പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്യുക. പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം വരും. അതുകൊണ്ടാണ് കേട്ടോ. ദേവൻ്റെ ആണെങ്കിലും ദേവിയുടെ ആണെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഓരോ നക്ഷത്രക്കാരും ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്ത് അവരുടെ ജീവിതത്തിൽ പെട്ടെന്ന് മാറ്റം വരും, സമ്പത്ത് വരും, ഐശ്വര്യം വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയും അശ്വതി നക്ഷത്രക്കാരും സഹസ്രനാമ അർച്ചന ചെയ്യാം. കടുംപായസം, ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള അർച്ചന ചെയ്യാം. അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ, വൈകിട്ടാണ് എടുത്തു പറയും കേട്ടോ. ബാക്കിയെല്ലാം രാവിലെ ചെയ്യേണ്ടതാണ്. വൈകിട്ടുള്ളത് വൈകിട്ടെന്ന് എടുത്തു പറയും.
വിശാഖ നക്ഷത്രക്കാർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ കടുംപായസം, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഭാഗ്യസൂക്താർച്ചന ഇത് ചെയ്യുക. അനിഴ നക്ഷത്രക്കാർ കുങ്കുമാർച്ചന, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ചെയ്യുക. തൃക്കേട്ട നക്ഷത്രക്കാർ രക്തപുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല ഇത് രാവിലെ ഭദ്രകാളി അമ്മയ്ക്ക് സമർപ്പിക്കുക. മൂലം നക്ഷത്രക്കാർ അഷ്ടോത്തരാർച്ചന, രാവിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ഇത് സമർപ്പിക്കുക. ഉത്രാട നക്ഷത്രക്കാർ സഹസ്രനാമ അർച്ചന, പിന്നെ കടുംപായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളി അമ്മയ്ക്ക് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ സമർപ്പിക്കുക. പൂരിരട്ടായ നക്ഷത്രക്കാർ ചുവന്ന പട്ട്, 10 രൂപയുടെ എള്ളെണ്ണ രണ്ടും കൂടെ കൂട്ടിപ്പിടിച്ച് അമ്മ എനിക്കൊരു ജീവിതമാർഗം നൽകണേ, എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നടക്കി വെക്കുക. പിന്നെ കടുംപായസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. ഇത് രാവിലെ ചെയ്യുക അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ. ഉത്രട്ടായ നക്ഷത്രക്കാർ കുങ്കുമാഭിഷേകം അമ്മയ്ക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും ചെയ്യുക. രാവിലെ ഒരു ഗണപതി ഹോമത്തിനൂടെ ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊടുക്കുക. രേവതി നക്ഷത്രക്കാർ വസ്ത്രം, സെറ്റുമുണ്ട് അമ്മയ്ക്ക് സമർപ്പിക്കുക. അതോടൊപ്പം കടുംപായസം, പിന്നെ ചുവന്ന പൂക്കൾ കൊണ്ടുള്ള മാല, ഒരു പിടി നാണയം ചില്ലറ സമർപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്യുക ഈ 3 ദിവസങ്ങളിൽ, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി. അപ്പോൾ ഈ നക്ഷത്രക്കാർ ഇത് ചെയ്താൽ അവർക്ക് വലിയ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ജീവിതം എന്നേക്കുമായി അമ്മ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താൻ പറ്റും. ഇനിയും ഈ വർഷം ഈ ചെയ്യുന്ന മുതലുള്ള ഒരു സംവത്സരം അമ്മയുടെ വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അമ്മയെ അനുഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ മുഴുവൻ സകല സമ്പൽ സമൃദ്ധി ഐശ്വര്യങ്ങളും കൈവരുമെന്നുള്ളതാണ്. ഇനിയും ഈ നവരാത്രി കാലങ്ങളിൽ മുഴുവൻ ചെയ്യാം. അല്ലെങ്കിൽ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ഈ 3 ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചെയ്യാം. ഞാനീ പറയുന്ന കാര്യം എല്ലാവരും ചെയ്താൽ നല്ലതാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ ഓരോ നക്ഷത്രക്കാർക്കും ചെയ്യേണ്ട വഴിപാട് പറഞ്ഞു, അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ തൊഴുതിട്ട് ക്ഷേത്രത്തിലെ നമ്മൾ ഇരിക്കാനുള്ള ഒരു സ്ഥലങ്ങൾ കാണുമല്ലോ, അവിടെ ഇരുന്നിട്ട് ഞാനീ പറയുന്ന മന്ത്രം നിങ്ങൾ വാഗൊണ്ട് ഉച്ചരിക്കണം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. ഇത് 3 തവണ ജപിക്കുക. അതിനുശേഷം മമ ഐശ്വര്യം ദേവി കൃപ എന്ന് 3 തവണ പറയുക. എന്നിട്ട് നിങ്ങളുടെ ഇടതുമൂക്കിനുള്ളിലെ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് മനസ്സിൽ ജപിച്ച ശേഷം വലതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. വലതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് ഈ മന്ത്രം ജപിച്ച ശേഷം ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. എന്നിട്ട് മനസ്സിൽ ഈ മന്ത്രം ജപിക്കുക. എന്നിട്ട് അല്പനേരം ധ്യാനിച്ചിരിക്കുക. മഹാവിദ്യയാണ്, ഇതിനപ്പുറത്തൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യം ചെയ്ത് ധാരാളം ആളുകൾ തൊഴിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട്, പല രീതിയിൽ വലിയ രീതിയിൽ സാമ്പത്തികം വന്നിട്ടുണ്ട്, തടസ്സങ്ങളൊക്കെ മാറിയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഈ 3 ദിവസം നിങ്ങൾ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് ചെയ്താൽ ഇതിനപ്പുറത്തൊരു കാര്യമല്ല. അതാ ഞാൻ പറഞ്ഞ എല്ലാവരും ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. മഹാരഹസ്യമാണിത്, മഹാവിദ്യയാണ്. ഇനിയും ഭദ്രകാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ മഹാശക്തിയുടെ ഉറവിടമാണ്. അവൻ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളായ നവദുർഗകൾ എല്ലാം ആ ദേവിയുടെ തന്നെ 9 രൂപങ്ങളാണ്, മഹാശക്തികളാണ്. അപ്പോൾ നിങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഈ വിദ്യയും കൂടെ ചെയ്താൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഇനി വിദ്യാരംഭം ഒക്ടോബർ 13-ാം തീയതി 2024. അപ്പോൾ നമ്മൾ ഒക്ടോബർ 3-ാം തീയതി 2024 തുടങ്ങി ഒക്ടോബർ 13-ാം തീയതി 2024 രാവിലെ 9 മണിക്കുള്ളിലാണ് പൂജ എടുത്തിട്ട് വിദ്യാരംഭം കുറിക്കുന്നത്. അപ്പോൾ വിദ്യാരംഭം കുറിക്കുന്ന ദിവസം ഒക്ടോബർ 13-ാം തീയതി രാവിലെ 9 മണിക്കുള്ളിൽ. അപ്പോൾ വിദ്യാരംഭം കുറിക്കുമ്പോൾ നിങ്ങൾ വിദ്യാരംഭത്തിന് മുമ്പ് ഞാൻ ഒരുപാട് വിദ്യകൾ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ കുട്ടികൾ വിദ്യ കുറിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുമായി ദേവിയുടെ നടയിൽ നിന്ന് ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച ശേഷം ഈ കുട്ടിയിലും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് ദേവിയുടെ പാദങ്ങളിൽ തൊട്ട് അമ്മയോട് അപേക്ഷിച്ച ശേഷം നിങ്ങൾ ആ കുട്ടിയുടെ ചെവിയിൽ ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന മന്ത്രം നിങ്ങൾ പതുക്കെ പറഞ്ഞു കൊടുക്കുക. അവൻ ആദ്യം കേൾക്കുന്ന ശബ്ദം, ആദ്യം കേൾക്കുന്ന ആ ഭദ്രകാളിയമ്മയുടെ മഹത്തായ ആ അനുഗ്രഹമായിരിക്കട്ടെ. അതായത് ഒരു
ഒരു ആ കാളിദാസനാക്കിയ, ഒരു സാധാരണക്കാരനെ കാളിദാസനാക്കിയ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹം, മഹാജ്ഞാനം കിട്ടുന്നത് ആ കുട്ടിക്ക് കിട്ടട്ടെ. എന്നിട്ട് എഴുത്തിനിരുത്തുക. അപ്പോൾ ഇത് നമ്മളൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടാണ്. പ്രാർത്ഥിച്ച് അവൻ്റെ ചെവിയിലേക്ക് ആ ഒരു മന്ത്രം പറഞ്ഞു കൊടുക്കുക. അതൊരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. എന്നിട്ട് ആചാര്യൻ അല്ലെങ്കിൽ ഗുരു കാണും. അവർ ഇരുന്ന് അവരുടെ എഴുത്തിന് അവനെ വരയ്ക്കുന്നു. വരച്ചു കഴിഞ്ഞും നടക്ക് നേരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഈ കുട്ടിയിൽ അമ്മയുടെ അനുഗ്രഹം ആവോളം ജീവിതം മുഴുവൻ ഉണ്ടാകണം, ഇവന് ജ്ഞാനശക്തി, ഇച്ഛാശക്തി, ക്രിയാശക്തി എല്ലാം നൽകണേ. അത് ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടിയായിട്ടൊക്കെ ആരും ആയിക്കോട്ടെ. എന്നിട്ട് ആ കുട്ടിയുടെ ചെവിയിൽ ഈ മന്ത്രം ഒന്നുകൂടി മന്ത്രിക്കുക. ഓം ചേർക്കണ്ട. ആയും ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമഃ. നിങ്ങളുടെ ഗുരുവായിട്ട് സാക്ഷാൽ പരമേശ്വരനെയും അമ്മ പാർവതിയെയും സങ്കല്പിക്കുക. മതി, പരിപൂർണമായി. അതുകൂടെ ചെയ്തോളുക. ഈ വീഡിയോ ഇപ്പോൾ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. അവൻ ഏത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഏറ്റവും ടാലൻ്റുള്ള, ഏറ്റവും കഴിവുള്ള, ഏറ്റവും വിദ്യയുള്ള കുട്ടിയായിട്ട് വരും. മഹത്തായ ജ്ഞാനമാണ് ആ വിദ്യ. ഇനിയും വിദ്യാരംഭം കുറിക്കുമ്പോൾ ക്ഷേത്രത്തിൽ തന്നെ പോയി ആ ക്ഷേത്രനടയിലിരുന്ന് വേണം വിദ്യാരംഭം കുറിക്കാൻ. നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ വിദ്യാരംഭം കുറിച്ചാലും ഭദ്രകാളിയുടെ നടയിൽ കൊണ്ട് നിർത്തി കുട്ടിയെ ഈ രീതിയിലൊന്ന് കുട്ടിയെ നിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ, എവിടെ വിദ്യ കുറിച്ചാലും. അപ്പം വിദ്യാരംഭം എന്ന് പറയുമ്പോൾ വിദ്യാരംഭത്തിനെ കുറിച്ച് ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ഷോഡശ കർമ്മങ്ങളിൽ 16 കർമ്മങ്ങളിൽ ഒന്നാണ് വിദ്യാരംഭം. ഈ വിദ്യാരംഭം നമ്മൾ ക്ഷേത്രത്തിൽ വെച്ചാണ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്നാണെന്നറിയാമോ? ക്ഷേത്രത്തിൽ അകവും പുറവും ഈശ്വരീയമായ ഊർജമാണ് നിറഞ്ഞു നിൽക്കുന്നത്, ഈശ്വരീയമായ അന്തരീക്ഷമാണ്. അതിനുള്ളിൽ കുട്ടിയെ കൊണ്ടുപോയി എഴുത്തിനിരുത്തുന്നു, വിദ്യാരംഭം കുറിക്കുന്നു. അപ്പോൾ അവനെ ആദ്യത്തെ വിദ്യയുടെ അനുഭവം ആ ഈശ്വരീയമായ ആ ക്ഷേത്രത്തിനുള്ളിൽ ഇരുന്നാണ്, ഈശ്വരീയമായ ഒരു സാന്നിധ്യത്തിലാണ് അവന് ആദ്യത്തെ വിദ്യയുടെ അനുഭവം ഉണ്ടാകുന്നത്. അകവും പുറവും ക്ഷേത്രത്തിൽ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ്. മന്ത്രോച്ചാരണങ്ങളും പൂജയൊക്കെ നടക്കുന്നുണ്ട്. ആ ഈശ്വരീയമായ ചൈതന്യം നിറഞ്ഞു നിൽക്കുകയാണ് ക്ഷേത്രത്തിനുള്ളിലും വെളിയിലും. ആ ഒരു അന്തരീക്ഷത്തിൽ ഇരുത്തി ഒരു കുട്ടിക്ക് അവൻ്റെ ആദ്യത്തെ ജ്ഞാനം, അറിവ് ആ ഈശ്വര സന്നിധി ഇരുന്ന് നൽകുകയാണ്. അത് എത്ര പവിത്രമാണ്! ആചാര്യന്മാർ എത്ര പവിത്രമായ കാര്യമാണ് അത് ചെയ്തു വച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു ഗുരു അല്ലെങ്കിൽ ആചാര്യൻ കുട്ടിയുടെ കൈ പിടിച്ച് ഹരിശ്രീ ഗണപതായി അവജ്ഞ നമസ്തു എന്ന് എഴുതിക്കുന്നു. അവൻ്റെ ആദ്യത്തെ വിദ്യയുടെ അനുഭവമാണ് അത് അരിയിൽ എഴുതിക്കുമ്പോൾ ആ ആചാര്യൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹവും ചൈതന്യവും കൂടാണ് ഈ കുട്ടിക്ക് കിട്ടുന്നത്. അതാണ് ഗുരു സമക്ഷം വിദ്യ ചെയ്താലുള്ള ഗുണം. ഇനി ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണ് ചെയ്യുന്നത്. അത് ആ കുട്ടിയുടെ വിദ്യയുടെ ആദ്യത്തെ അനുഭവമാണത്. നോക്കൂ, എത്ര മഹത്തരമാണെന്ന് ആലോചിച്ച് നോക്കുക. അത് മനസ്സിലാക്കി ചെയ്യുമ്പം ഇനിയും ഇത് കുട്ടികൾക്ക് ചെയ്യേണ്ട കാര്യം. ഇനി പ്രായമായവർക്കും എല്ലാവർക്കും ഞാനീ പറഞ്ഞ ഭദ്രകാളി വിദ്യ ചെയ്യാം. ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ചെയ്യാം, അവിടെ ഇരുന്ന് ചെയ്യാം. ഏതാണ്? ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് വലതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ചിന്തിച്ച് ജപിച്ച ശേഷം ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. പിന്നെ ഇടതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ഇത് ജപിച്ച ശേഷം വലതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. അല്ല, ആദ്യം ചെയ്യേണ്ടത് ഇടതുമൂക്കിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഈ മന്ത്രം ജപിച്ച ശേഷം വലതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. പിന്നെ വലതുമൂക്കിനുള്ളിൽ മനസ്സുകൊണ്ട് ശ്രദ്ധിച്ച് ഐം ക്ലീം ഷൗ ഹ്രീം ഭദ്രകാളിയെ നമ എന്ന് മനസ്സിൽ ജപിച്ച ശേഷം ഇടതുമൂക്കിൽ കൂടെ ശ്വാസം വിടുക. കറക്റ്റാണ് കേട്ടോ. അപ്പം ഇത് നിങ്ങൾ മൂക്കൊന്നും അടച്ചു പിടിക്കണ്ട, മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ചെയ്താൽ മതി. ഇത് ഭദ്രകാളിയുടെ നടയെന്ന് ചെയ്യുക. ഇത് ആ ഭദ്രകാളിയുടെ നിങ്ങൾ തൊടുത്ത ശേഷം അവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ കാണുമല്ലോ എല്ലാ സ്ഥലത്തും, അവിടെ ഇരുന്നുകൊണ്ട് അല്പനേരം ചെയ്യുക. ഇത് പ്രായമുള്ളവർക്കും ചെയ്താലും അവരുടെ ജീവിതം അന്ന് തൊട്ട് മാറിത്തുടങ്ങും. അപാരമായ വശ്യം, സമ്പത്ത്, ഐശ്വര്യം, ഉയർച്ച, തൊഴിൽ വിജയം, എവരിത്തിങ് ഉണ്ടായി വരും. അല്ലാതെ കുട്ടികൾക്ക് മാത്രമല്ല, വലിയ പ്രായമുള്ളവർക്കും ദേവിയുടെ അനുഗ്രഹം ഇങ്ങനെ നേടാം. പിന്നെ ദിവസവും കുളി കഴിഞ്ഞ് ഈ വിദ്യ ഒരു തവണ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനിയും പറയാൻ പോകുന്നത്, അപ്പോൾ ദുർഗ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളാണ്. അതിൽ ആദ്യത്തെ ദിവസം വരുന്ന ശൈലപുത്രിയാണ് നമ്മൾ ആരാധിക്കേണ്ടത്.
ശൈലപുത്രിയെ, അത് പാർവതി തന്നെയാണ്, ആ ഭാവത്തിലാണ് ആരാധിക്കുന്നത്. രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി. ബ്രഹ്മം എന്ന് വെച്ചാൽ തപസ് എന്നർത്ഥമുണ്ട്. തപസ് ചെയ്യുന്ന ആ ദേവിയെ, ആ ബ്രഹ്മചാരിണി എന്ന ദേവിയെ, തപം, ആ തപസ് എന്നുള്ള ഒരു ശക്തി, ആ ഒരു അനുഗ്രഹം ആ ബ്രഹ്മചാരിണി, ആ ദേവി ആ രൂപത്തിൽ ധ്യാനിക്കുന്നുകൊണ്ട് കിട്ടുന്നു. അപ്പോൾ പാർവതി ദേവി ഒരു വലിയ തപസ്സിലൂടെയാണ്, നാരദമുനി പറഞ്ഞു കൊടുത്തതനുസരിച്ച് തപസ്സിലൂടെയാണ് ശിവനെ തപസ് ചെയ്ത് നേടിയത്. ഇനി മൂന്നാമത്തേത്, അപ്പോൾ രണ്ടാമത്തേത് ബ്രഹ്മചാരിണി, മൂന്നാമത്തെ ദിവസം ചന്ദ്രകണ്ഠ എന്നുള്ള ഒരു ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. മനസ്സിന് സുഖം, ജീവിതത്തിൽ ഉയർച്ച, അഭിവൃദ്ധി ഒക്കെ നൽകാൻ ആ ചന്ദ്രകണ്ഠ രൂപത്തിൽ ദേവിയെ വിളിക്കുന്നത് നല്ലതാണ്. അത് മൂന്നാം ദിവസമാണ്. നാലാം ദിവസം കൂഷ്മാണ്ഡ. കൂഷ്മാണ്ഡം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തി തന്നെയാണ്, സൂക്ഷ്മ ശക്തിയാണ്. അപ്പോൾ അമ്മയാണ് നാലാം ദിവസം വിളിക്കുന്നത്. അപ്പോൾ കൂഷ്മാണ്ഡ എന്നുള്ള ഭാവത്തിൽ നാലാം ദിവസം അമ്മയെ ആരാധിച്ചാൽ അമ്മയുടെ അത്തരത്തിലുള്ള ആ ഒരു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും. നമുക്ക് എല്ലാവിധ വിജയങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാൻ ഉപകരിക്കും. 5 സ്കന്ദമാത. സ്കന്ദമാത എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ അമ്മയെ ആരാധിച്ചാൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും, മുരുകൻ്റെ അനുഗ്രഹം ഉണ്ടാകും. 6 കാർത്യായനി. കാർത്യായനി എന്നുള്ള ഭാവത്തിൽ അമ്മയെ ആരാധിക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും ഉപകരിക്കും. 7-ാം ദിവസം കാളരാത്രി എന്ന ഒരു ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത്. 8-ാം ദിവസം മഹാഗൗരി എന്ന ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത്. 9-ാം ദിവസം സിദ്ധദാത്രി എന്ന ഭാവത്തിലാണ് അമ്മയെ ആരാധിക്കുന്നത്. അപ്പോൾ നവദുർഗയുടെ 9 രൂപങ്ങളാണിതെല്ലാം. പിന്നെ നമ്മൾ വേറൊരു രീതിയിൽ അമ്മയെ ആരാധിക്കുന്നുണ്ട് ദേവിയെ. അതായത് ആദ്യത്തെ ഒരു 3 ദിവസം നവരാത്രിയുടെ മഹാകാളി എന്ന സങ്കല്പത്തിലും, പിന്നത്തെ 3 ദിവസം മഹാലക്ഷ്മി എന്ന സങ്കല്പത്തിലും, പിന്നത്തെ 3 ദിവസം മഹാസരസ്വതി എന്ന സങ്കല്പത്തിലും ആരാധിക്കാറുണ്ട്. ഇത് എങ്ങനെ ഏതൊക്കെ രീതി ചെയ്താലും അതെല്ലാം ശരി തന്നെയാണ് കേട്ടോ. പല രീതികളിൽ ഒക്കെ അമ്മയെ എങ്ങനെ ആരാധിച്ചാലും പൂർണ്ണ വിശ്വാസത്തോടെ, ഭക്തിയോടെ, നന്മയോടെ ഒക്കെ ആരാധിക്കുന്നത് നല്ലതാണ്. പിന്നെ നവരാത്രി വ്രതക്കാലത്ത് കഴിവതും മുട്ട, മാംസം, ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, മനസ്സുകൊണ്ട് ദൂഷിക്കുന്നത്, മനസ്സിൽ ചീത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ ഒഴിവാക്കുക. ഉച്ചയുറക്കം ഒഴിവാക്കുക. പിന്നെ വ്രതമെടുക്കുന്നവർ ഉച്ചയ്ക്ക് ഒരിക്കലെടുക്കുക. ഒരു ഉച്ചയ്ക്ക് മാത്രം ചോറോ അരിയോ ചേർന്ന ആഹാരം കഴിക്കുക, വെള്ളം കുടിക്കുക. ബാക്കി 2 നേരവും ഫ്രൂട്ട്സ്, വെള്ളമൊക്കെ കുടിക്കുക. പിന്നെ ഈ മരുന്നൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർ വ്രതം എടുക്കണമെന്നില്ല. കുട്ടികൾ വ്രതം പാലിക്കുന്നത് വളരെ നല്ലതാണ്. മത്സ്യമാംസാദികൾ ഒഴിവാക്കുകയാണ് പ്രധാനം. അല്ലാതെ കുട്ടികൾക്ക് വേറെ വ്രതഭംഗം വരാൻ കാര്യങ്ങളൊന്നുമില്ല. മത്സ്യമാംസാദികൾ ഒഴിവാക്കിയാലും കുട്ടികൾക്ക് വ്രതമായി. പിന്നെ ആ മന്ത്രങ്ങൾ ചൊല്ലുക, ഈശ്വര ചിന്തയോടെ ഇരിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഇതൊക്കെ കുട്ടികൾ ചെയ്ത് അവർക്ക് വ്രതമായി. പ്രായമുള്ളവർ അവർക്കും വ്രതം അനുഷ്ഠിക്കാം. പക്ഷേ മരുന്ന് അതുപോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അവർ വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ഈശ്വര ചിന്തയോടെ ഇരുന്നാൽ മതി. മന്ത്രങ്ങൾ ജപിക്കുക, പ്രാർത്ഥനകൾ ജപിക്കുക, ക്ഷേത്രദർശനം നടത്തുക, ഈ പറഞ്ഞ വഴിപാടുകൾ ഓരോരോ നക്ഷത്രക്കാർക്കും ചെയ്യാം. അതൊക്കെ ചെയ്താൽ മതി. അത് വളരെ നന്നായിരിക്കും. അപ്പം ഇത് ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഒക്ടോബർ 3-ാം തീയതി 2024 മുതൽ ആണ് നവരാത്രി ആരംഭിക്കുന്നത്. അതിൽ ഈ വർഷത്തെ പ്രത്യേകത ഒക്ടോബർ 10-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്കും 8 മണിക്കും ഇടയ്ക്കാണ് പൂജ വയ്ക്കുന്നത്. പിന്നെ പൂജ എടുക്കുന്നത് ഒക്ടോബർ 13-ാം തീയതി രാവിലെ 9 മണിക്കുള്ളിലാണ് വിദ്യാരംഭം കുറിക്കുന്നത്. അപ്പോൾ അപ്പോഴാണ് വിദ്യാരംഭം കുറിക്കുന്നത്. ഒക്ടോബർ 13-ാം തീയതി രാവിലെ ഏകദേശം 9 മണിക്കുള്ളിൽ തന്നെ വിദ്യാരംഭം കുറിക്കണം. അതാണ് വളരെ ഐശ്വര്യമായിട്ടുള്ളത്. അപ്പോൾ ഇത് പിന്നെ ഒക്ടോബർ 11-ാം തീയതി ദുർഗാഷ്ടമി, 12-ാം തീയതി മഹാനവമി, പിന്നെ 13-ാം തീയതി രാവിലെ ദശമി വരുന്നുണ്ട്. അതുകൊണ്ടാണ് 13-ാം തീയതി രാവിലെ വിദ്യാരംഭം കുറിക്കുന്നത്. രാവിലെ ദശമി വരുന്നതുകൊണ്ടാണ്. അത് ഒക്ടോബർ 13-ാം തീയതിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എന്നാലാകുന്ന രീതിയിൽ ഞാൻ ലളിതമായിട്ട് കാര്യങ്ങൾ പറയാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ കഴിവതും കാര്യങ്ങൾ ഒരു ഓർത്തു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിലോ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിലോ ക്ഷമിക്കുക. സദയം കഴിവതും ലളിതമായിട്ടും മനസ്സിലാകുന്ന രീതിയിലും ഒക്കെ പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ആരെ വിട്ടുപോയിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാനൊരു കാര്യം ചെയ്താൽ അതിൻ്റെ അതൊരു നീതി ഉണ്ടായിരിക്കും. അതെല്ലാവരും പ്രതീക്ഷിക്കില്ല അവർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന്. അതുകൊണ്ട് എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ആദ്യം ഞാൻ ഉദ്ദേശിച്ചത് അതായത് കുറച്ച് നക്ഷത്രക്കാർ, ആദ്യം പറഞ്ഞ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരെ ആദ്യം പകുതി പറഞ്ഞ കുറച്ച് നക്ഷത്രക്കാരുണ്ട്. അവരെക്കുറിച്ച് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അതായത് ചന്ദ്രദശയിൽ ജനിക്കുന്നവരെ, രാഹുൽ ദശയിൽ ജനിക്കുന്നവരെ, ചൊവ്വ ദശയിൽ ജനിക്കുന്നവരെ, ഈ ദശയിൽ ജനിക്കുന്ന നക്ഷത്രക്കാർക്ക് ദേവീ പ്രീതി വളരെ നല്ലതാണ്. പക്ഷെ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോൾ
കണ്ടകശനിയുള്ളവർ, ഏഴര ശനിയുള്ളവർ, അഷ്ടമശനിയുള്ളവർ, പിന്നെ എല്ലാ നക്ഷത്രക്കാർക്കും ദേവീ പ്രീതി കൊണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ പ്രയോജനം ലഭിക്കാൻ വേണ്ടി എല്ലാ നക്ഷത്രക്കാരെക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. കാരണം ദേവിയാണ്. ദേവി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ദേവി ശക്തിയാണ്. ശക്തിയെല്ലാം ഒന്നും ചലിക്കത്തില്ല. എല്ലാവർക്കും ദേവിയെ വിളിക്കാം. ദേവി എന്നല്ല ആണ് എല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാ നക്ഷത്രക്കാർക്കും ദേവിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ എത്ര പേര് മുഴുവൻ കാണുമെന്നോ എന്ന് എനിക്കറിയത്തില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഒക്കെയാണ് പറഞ്ഞത് കേട്ടോ. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.